ഇപ്പൊ കേരളത്തില് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ UDF സർക്കാരിന്റെ വിദ്യാർത്ഥിനികൾക്കുള്ള ഒരു ആർത്തവ അവധി. ഇപ്പൊ മന്ത്ലി പീരിയഡ്സിന്റെ ടൈം ആകുമ്പോൾ ഒരു 3 ദിവസത്തെ ഒരു അവധി എടുക്കാം. അപ്പൊ ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ പറയും നീ ആരും അഭിപ്രായം പറയാൻ, ഫുട്ബോൾ പോലെ അറിയണമെന്നില്ല ഫുട്ബോളിൽ ഒരു കമന്റ് ചെയ്യാൻ. അതുപോലെ ഓഫ്കോഴ്സ് നമുക്ക് ഡെപ്തിൽ മനസ്സിലാവില്ല ആണുങ്ങൾക്ക്, സ്ത്രീകൾ കാര്യത്തിനോടും ഡെപ്തിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത്ര എളുപ്പമുണ്ടാവില്ല. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പോൾ പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും ചെറുപ്പം തൊട്ട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും ഒരു ഫ്യൂച്ചറിൽ ഇതിനോടും സ്ട്രോങ് ആയിട്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഉള്ളൊരു ഫ്യൂവൽ. അത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. അപ്പം അതിനോട് മുന്നോടിയായിട്ട് ഈ പറഞ്ഞ പോലെ ചെറുപ്പം തൊട്ട് ഇതുപോലത്തെ പീരിയഡ്സിൻ്റെ സമയമായാലും അല്ലെങ്കിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളായാലും സഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പോഴായാലും ഇതിനോടും അതായത് ഹ്യൂമൻ ബോഡിക്ക് അഡാപ്റ്റേഷൻ കേപ്പബിലിറ്റി ഭയങ്കര ഹൈ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പം തൊട്ട് ഈ സംഭവങ്ങളൊക്കെ സഫർ ചെയ്ത് ബോഡി അതിനോട് അഡാപ്റ്റ് ചെയ്യുന്ന ഫ്യൂച്ചർ ഭയങ്കര ഗുണം ചെയ്യുന്നത്. അപ്പം അതിന് പകരം ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് അവധി കൊടുക്കുക, കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കുക, അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ യൂസ് ചെയ്യും ആ ഒരു ശൈലിയോട്. അപ്പോൾ ഭാവിയിൽ ഇപ്പോൾ ഫ്യൂച്ചർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോബിന് പോവുകയാണെങ്കിൽ അപ്പോൾ ഒക്കെ ഇതൊരു ബുദ്ധിമുട്ടായി മാറും. അതിന് പകരം ഇത് തന്നെ നല്ലൊരു ബോധവൽക്കരണം കൊടുത്ത് കുട്ടികൾ സ്വയം അത് ഹാൻഡിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമുകൾ വരാണെങ്കിൽ തന്നെ ഇപ്പോൾ മുൻകാലങ്ങളിൽ ഈ വീട്ടിലിരുന്ന് ശീലിച്ചവർക്ക് പെട്ടെന്ന് ഒരു എക്സാം വരുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ടൂർ പോവുക അല്ലെങ്കിൽ വല്ല വിശിഷ്ടമായ ദിവസങ്ങൾ വരും. അപ്പോൾ അത് വരുമ്പോൾ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് ഏറ്റവും നല്ലൊരു ഗുണമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബോധവൽക്കരണം. അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ടീച്ചേഴ്സിനും മാതാപിതാക്കൾക്കും ഒരു ക്ലിയർ കട്ട് ബോധവൽക്കരണം കൊടുക്കുക. അതായത് ഈ സമയത്ത് അവർക്കുണ്ടാവുന്ന ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചേഞ്ചസ് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാകുമ്പോഴത്തേനും അവർക്ക് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ഒരു എന്താ പറയുക എളുപ്പമായിരിക്കും. പക്ഷെ അതിന് കംപ്ലീറ്റ്ലി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ പലതരം ദോഷങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കൂട്ടുകാരൻ്റെ. അപ്പോൾ അവിടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് ഒരു പെൺകുട്ടി, അപ്പോൾ അവളായിരുന്നു ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾക്ക് അന്നൊരു ഡൾനെസ് ഫീൽ ചെയ്തപ്പോൾ നമ്മളോട് പറഞ്ഞോളൂ അവൾക്ക് പീരിയഡ്സ് ആണ്, വോമിറ്റിംഗ് ഫസ്റ്റ് ഡേ, അപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ സ്റ്റേജിൽ കയറി ഗംഭീരമായിട്ട് ആങ്കറിങ് ചെയ്തു. അതായത് ഓഡിയൻസിന് കാണുമ്പോൾ ഒരു കുഴപ്പം തോന്നില്ല, ഇപ്പം ഞങ്ങൾക്ക് അറിയണോണ്ട് നമുക്കറിയായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയ ഒരു ഗുണം എനിക്ക് തോന്നുന്നത് ഈ മുൻകാലങ്ങളിൽ ഇതുപോലെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്തതിൻ്റെ ഒരു ഗുണമായിരിക്കും. ഇപ്പം നമ്മുടെ പാരൻസൊക്കെ കടന്നു വന്ന പോലത്തെ ഒരു ലൈഫ് സൈക്കിൾ. അപ്പോൾ അതായിരിക്കും ഇതിനോടും ഈ ബോധവൽക്കരണമായിരിക്കും ഇതിനോട് ബെറ്റർ ദാൻ ആർത്തവാവധി എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ. ഈ ആർത്തവാവധി എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേമിൽ വളരെ ഗുണമുള്ള പോലെ തോന്നിക്കെങ്കിലും ഇൻ ഫ്യൂച്ചർ ലോങ് ടേമിന് ഗുണം ചെയ്യാൻ ഇതിനോടും സ്ട്രോങ് മൈൻഡ് അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ ഹാൻഡിൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് പലതരം, ഇപ്പോൾ ചിലർക്ക് ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് മെൻ്റലി ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് രണ്ടും ഉണ്ടാവും, ചിലർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അതൊക്കെ കമ്പാരിറ്റീവ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അഡ്ജസ്റ്റായി അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി അഡാപ്റ്റായി മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഈ അഭിപ്രായ വ്യത്യാസമുള്ളവർക്കും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എല്ലാ കമൻറ്റും ഞാൻ നോക്കും.